നിങ്ങൾ ചെന്ന് നോക്ക്. സൗദി അറേബ്യയുടെ ഓരോ ഖബർസ്ഥാനുകളിൽ ചെന്നാലും അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ അൻതും ലനാ സലഫുൻ വ നഹ്നു ബിൽ അഥർ നസ്അലുല്ലാഹ ലനാ വ ലക്കുമുൽ ആഫിയ. പോകുന്ന വഴി ഒരു കൊച്ചു ദുആ, ഖബറാളികളെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. അവരെ വിളിക്കണം. വിളിച്ചാൽ ശിർക്കായി പോയി. അസ്സലാമു അലൈക്കും നിങ്ങൾക്ക് ദാറ ഖൗമിൻ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഭവനങ്ങളെ. ശിർക്കായി. ഇങ്ങനെ വിളിച്ച് സലാം പറയണമെന്ന് എല്ലാ ഖബർസ്ഥാനിലും എഴുതി വെച്ചിരിക്കുകയാണ്. ഞങ്ങളും ഇൻഷാ അല്ലാഹ് നിങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ മുസ്ലിയാക്കന്മാർക്ക് വല്ലാത്ത ആവേശമാണ്. കാരണം അങ്ങനെ വിളിച്ച് ദുആ ചെയ്യുമ്പോഴാണല്ലോ കൈമടക്ക് കിട്ടുള്ളൂ. കാരണം ആ തങ്ങളെ, ഈ തങ്ങളെ, അവിടുത്തെ ഔലിയ, ഇവിടുത്തെ ഔലിയ, മമ്പുറത്ത് തങ്ങളെ, ഏറുവാടി ഔലിയ, മഞ്ഞക്കുളത്ത് ഔലിയ, കാളിയറോട് ഔലിയ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ ഔലിയാക്കന്മാരെ ഇലാഹലർത്തി വൈലാഹലർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എണ്ണും. അങ്ങനെ ഓരോരുത്തരെ വ്യത്യസ്തമായ പേരുകളും അവരെ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ഹലർത്തിലേക്കൊക്കെ പ്രത്യേകമായിട്ട് ഫാത്തിഹ ഓതി ഇങ്ങനെയൊക്കെ കുറേ ജാട കാണിക്കുമ്പോഴാണ് പൈസ ഇട്ടുക. റബ്ബെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ഒരു പൈസ കൊടുക്കൂലല്ലോ. അതിനുവേണ്ടി മുസ്ലിയാക്കന്മാർ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി കാണിക്കുന്ന വല്ലാത്തൊരു ആവേശം കാണണം. ഖുർആനിലോ ഹദീസിലോ റബ്ബല്ലാത്ത വേറെ ഒരാളോടും വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവില്ല. പരിശുദ്ധ ഖുർആനില് 25ഓളം വരുന്ന പ്രവാചകന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്, സ്വാലിഹീങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പല പ്രവാചകന്മാരും പ്രാർത്ഥന ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ റബ്ബന, അള്ളാഹുവേ, റബ്ബേ എന്നുള്ള ഒരൊറ്റ വിളി. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും റബ്ബിനെ വിളിച്ച് ദുആ ചെയ്യുന്ന രംഗാണ് ഖുർആനിലും ഹദീസിലും പ്രവാചകൻ പഠിപ്പിച്ചതൊക്കെ. പ്രവാചകനുണ്ടായ വിഷമങ്ങൾ, അതോടൊപ്പം തന്നെ സലഫു സ്വാലിഹീൻ, സ്വഹാബത്ത് ഇവർക്കൊക്കെ ഉണ്ടായ പ്രയാസങ്ങൾക്കൊക്കെ അവർ റബ്ബിനോട് ദുആ ചെയ്താണ് ഹദീസിൽ കാണാം. ഇതൊന്നും പറ്റൂല അവർക്ക്. എന്നോട് പ്രാർത്ഥിക്കുന്ന അല്ല പറയുക, അങ്ങോട്ട് പോകില്ല, നേരെ പോണത് ഇവിടേക്കാണ്, മമ്പറത്ത് ഞങ്ങളോട്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കല്ല, ഞങ്ങൾ സഹായം തരണം. പ്രാർത്ഥന ഞങ്ങൾ റബ്ബിനോടെ പ്രാർത്ഥിക്കുള്ളൂ, ഇവിടെ ഞങ്ങൾ സഹായം ചോദിക്കുകയാണ് എന്ന്. അത് മക്ക മുശ്രിക്കിൻ്റെ വാദമാണ്. മക്ക മുശ്രിക്കിൻ്റെ വാദം അങ്ങനെയായിരുന്നു. എന്തിനാണ് ഈ ലാത്ത, ഉസ്സ, പിന്നെ ഹുബുൽ പോലെയുള്ള വിഗ്രഹങ്ങളൊക്കെ എന്തിനാണ്? അത് ഞങ്ങൾ ശഫായത്തിന് വേണ്ടിയിട്ടാണ്. അള്ളാഹുവിൻ്റെ അടുക്കലേക്കാൾ എത്തിപ്പെടാൻ കഴിയില്ല, ഈ മഹാന്മാരുണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഷഫായത്തിന് വേണ്ടി കൊണ്ടുനടക്കുകയാണെന്നാണ് മക്കയിലെ മുശ്രിക്ക് വാദിക്കുന്നത്. ഇതേ വാദം തന്നെ മുസ്ലിയാക്കന്മാരും പറയണേ. ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് അല്ലാഹുവോട് മാത്രം. പിന്നെ ഇവരൊക്കെ കൂട്ടുപിടിച്ചത് വെച്ചാൽ അങ്ങോട്ട് ഷഫായത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് റബ്ബിൻ്റെ അടുത്ത് ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതിന് വേണ്ടി ഞാൻ കൂട്ടിപ്പിടിക്കുന്നതെന്ന്. അവിടെ കല്ല് കെട്ട ഒക്കെ ആയിപ്പോയത് മറ്റേ ഈ ലാത്ത മനാത്ത പോലുള്ളക്ക്. ഇവിടെ മയ്യത്തായിപ്പോയി. രണ്ടും മാറ്റുള്ളൂ. അവിടെ കല്ലുകൊണ്ട് ഉണ്ടാക്കി, ഇവിടെ ഓരോ മയ്യത്ത് കൊണ്ടുവന്ന് കെട്ടിപ്പൊക്കി അവരോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഖുർആനിലും ഹദീസിലും തെളിവില്ലാത്ത ഒരു അവസ്ഥയാണ് ഇത്. ഈ അള്ളാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേറെ തെളിവില്ല. ഇങ്ങനെ തെളിവില്ലാതെ കിടന്ന് മുസ്ലിയാക്കന്മാർ പരക്കം പായുമ്പോൾ ഒരു ചങ്ങാതി വന്നിട്ട് പറഞ്ഞു കേട്ടോ, ഒരു തെളിവില്ലാണ്ടേ പിന്നെ മയ്യത്ത് ഖബർ സിയാറത്തിന് വേണ്ടി അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ റസൂല പറഞ്ഞല്ലോ, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ എന്നുള്ള ആ പ്രാർത്ഥന മരിച്ചവരെ വിളിക്കുകയാണ് എന്ന് തെളിവാക്കി കൊണ്ടുവന്നിരിക്കുക. എന്താ ചെയ്യുക ഈ കൗമിൻ്റെ ഒരു അവസ്ഥയും? ഖുർആനും ഹദീസും ഒന്നും കിട്ടാഞ്ഞിട്ട് നേർക്ക് നേരെ അള്ളാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഒരു വകുപ്പും കിട്ടാഞ്ഞിട്ടേ അള്ളാഹിൻ്റെ റസൂൽ ഖബർ സിയാറത്ത് സുന്നത്താക്കിയിട്ടുണ്ട്. അതെന്തിനാ സുന്നത്താക്കിയത്? പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാകാനാ. അതിൻ്റെ കാരണം വ്യക്തമായിട്ട് ഹദീസിൽ കാണാം. ഖബർ സിയാറത്ത് നിങ്ങൾക്ക് അനുവദിച്ചത് പരലോകത്തെ ഓർക്കാനാ. മരണത്തിനെ കുറിച്ച് നിങ്ങൾക്ക് മരണസ്മരണ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, മരിക്കുമെന്നുള്ള ബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഖബറാളികൾക്ക് നിങ്ങൾ സലാം പറയണം എന്ന് പറഞ്ഞത് എടുത്തിട്ട് പറയാം, കണ്ടോ സൗദി അറേബ്യയുടെ എവിടെ പോയി, സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോയത് എന്താ കാര്യം എന്നറിയോ? അവിടെയാണല്ലോ സലഫി ആശയമൊക്കെ. അപ്പോൾ അവിടെ അത് എഴുതിയിട്ടുണ്ട്. അല്ല മൊയില, അത് എവിടെയാണെങ്കിലും, സൗദി അറേബ്യയിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഖബറാളികൾക്ക് സലാം ചൊല്ലേണ്ടുന്ന രൂപം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അത് അവരെ പോയിട്ട് വിളിക്കലല്ല.
നിങ്ങളെ വിളി എന്ത് വിളിയാണ്? റസൂല പഠിപ്പിച്ചത് എന്താ വെച്ചാൽ നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ എന്ത് ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആ സലാമിൻ്റെ ഉദ്ദേശം. അപ്പോൾ ആ പ്രാർത്ഥന അള്ളാഹു കേൾക്കുന്നു, ഖബറാളിക്ക് രക്ഷ കൊടുക്കും. അങ്ങനെ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. നിങ്ങൾ മമ്പർത്തെ തങ്ങളേന്ന് വിളിക്കുന്നത് മമ്പർത്തെ തങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, പിന്നെ നിങ്ങൾക്ക് കുട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ബദരീങ്ങളെ എന്ന് പറഞ്ഞ് ബദരീങ്ങളെ ഖബർ വിശാലാക്കാൻ വേണ്ടിയിട്ടില്ല. നിങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നെ മുറാദ് ഹാസലാവാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഓരോ ഔലിയാശയും പിന്നെ മൊഹിദ് ഷേഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞത് ഖബറാളികളോട് സലാം പറയുന്നൊരു എന്തായി മുസ്ലിം ആലോചിച്ചു. ഇവരുടെയൊക്കെ ഒരു പിന്നെ ഇവർക്ക് തെളിവില്ലാതെ അവർ ആശയപ്പാപ്പരത്തം എന്നൊക്കെ അതിന് പറയാം. കാരണം പരിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങൾ ഇതൊക്കെ ഇവർക്കിടുന്ന് പരിശോധിച്ചാൽ അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന തെളിവുണ്ടാവില്ല. ഓരോ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ, യൂസഫ് നബിയുടെ പ്രാർത്ഥന, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, സക്കരിയ നബിയുടെ പ്രാർത്ഥന, ആദം നബിയുടെ പ്രാർത്ഥന, ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ മുഴുവൻ ഖുർആനിലുണ്ട്. ഒക്കെ അള്ളാഹുവേ ഡയറക്റ്റ് വിളിക്കുകയാണ്, റബ്ബിനോടാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പൊ അവിടെ ഒന്നും തെളിവ് കിട്ടാഞ്ഞിട്ട് ഈ സാധു മുസ്ലിയാർ വലിയ തെളിവായിട്ട് പറയുകയാണ്, നിങ്ങൾ സൗദി അറേബ്യയിലേക്ക് പോയി നോക്ക്, അവിടെയൊക്കെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടോ, പോകുമ്പോൾ ഒന്ന് വിളിച്ചിട്ട് പോകാൻ. അവരോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്, വിളിക്കാൻ. അപ്പം മരിച്ചവരെ വിളിക്കന്നെ വേണം, അപ്പൊ ഷിർക്ക്ന്ന്. അപ്പൊ ഈ ചങ്ങാതിരെ വിവരം എത്ര ഉണ്ടെന്ന് ആലോചിച്ചോക്കേ. നമ്മൾ വിചാരിച്ചത് മരിച്ചവരെ വിളിക്കാൻ വലിയ തെളിവ് കൊണ്ടുവരുന്ന വിചാരിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ റസൂലുള്ള ഖബറാളികൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ പ്രാർത്ഥന കൊണ്ടുവന്നിട്ടേ മരിച്ചവരെ വിളിച്ചാൽ ചെറുക്കുന്നല്ലേ പറഞ്ഞു, ഇതേ വിളിക്കാനാ പറഞ്ഞത്. അങ്ങനെ ഈ സലാം പറയുന്നതൊക്കെ പിന്നെ ഖബറാളികളെ വിളിക്കുക എന്നാണ് ഇപ്പോൾ മുസ്ലിയാർ പറയുന്നത്. ഇപ്പം ഇതാണ് ഇവരുടെ ആശയപ്പാപ്പരത്തം എന്ന് പറഞ്ഞത്. അള്ളാഹിൻ്റെ റസൂല് ഖബറാളികൾക്ക് അവർ രക്ഷയ്ക്ക് വേണ്ടി സലാം പറഞ്ഞ് അവർക്ക് വേണ്ടി ദുആ ചെയ്യാനാണ് റസൂല പഠിപ്പിച്ചത്. അവർക്ക് വേണ്ടിയിട്ടാണ് രക്ഷ, അറിയില്ലേ? ഇത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഔലിയാക്കന്മാരെ പിന്നെ ജാറത്തിൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കുന്നത് കുട്ടി വേണേ, കുട്ടി വേണേ, ഞങ്ങളുടെ ഹക്കും ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ മുറാദുകളെ ഹാസിലാക്കണേ, ഞങ്ങളുടെ കച്ചവടത്തിൽ ബർക്കത്ത് തരണേ, ഞങ്ങൾക്ക് നല്ല ജോലി കിട്ടണേ, കുട്ടി വേണേ, ആണാവണേ, പെണ്ണാവണേ, രോഗം മാറ്റണേ, ഇതൊക്കെ നിങ്ങൾ മരിച്ചോട്ട് പോയി പറയും. അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറയാനാണ് ഖബറാളിയോട് സലാം പറഞ്ഞ ആശയത്തിൽ ഈ വക വിഷയമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇവർക്ക് എവിടുന്നെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ അതാണ് കൊണ്ടുവന്നിട്ടാണ് സാധുക്കളായ ജനങ്ങളോട് പറയുക. അപ്പോൾ ജനങ്ങൾ വിചാരിക്കും, ആ കണ്ടോ മൊയ്ലിയാർ ആള് തെറ്റില്ല, കണ്ടോ മരിച്ചവരോടൊക്കെ വിളിച്ചു തരാനുള്ള തെളിവും കൊണ്ടാ വന്നിരിക്കുന്നത്, വമ്പൻ തെളിവാണല്ലോ അപ്പൊ ഈ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ ഈ ആശയപ്പാപ്പരത്തെന്ന് പറഞ്ഞത്. ഖബറാളിയോട് സലാം പറയാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂൽ പറഞ്ഞിട്ട് മരിച്ചവരെ വിളിക്കുകയാണ് എന്ന്. അപ്പൊ ഇത് വെച്ചിട്ട് ഇനി മറ്റവരെയൊക്കെ വിളിച്ചോളാൻ, ആരെ? മമ്പർത്ത തങ്ങളെയും CM അടൂരെയും അതേപോലെ മുഹമ്മദ് ഷെയ്ഖിനെയും ഇഫാൻ ഷെയ്ഖിനെയും അങ്ങനെ പിന്നെ മുനമ്പത്തെ ബീവിനെയും ഏർവാടി പിന്നെ ഏർവാടിയിലെ ഒരുപാട് ഖബർ തോട്ടങ്ങൾ ഇഷ്ടം പോലെ. ഒന്നല്ല, അവർക്ക് ഏർവാടിയിൽ നിന്ന് ഒരു ഖബർ എന്ന് പറയാൻ പറ്റൂല. അപ്പോൾ അവിടെ ഖബർ തോട്ടാണ്, കംപ്ലീറ്റ് തോട്ടം വെച്ച് പിടിപ്പിച്ച് അടക്കത്തോട്ടം കവുങ്ങുന്തോട്ടമൊക്കെ പോലെ പിടിപ്പിച്ചിരിക്കുകയാണ്. അവരും വിളിച്ചോളാൻ. കാരണം എന്താ, നബി ഇവിടെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത്ര. എവിടെ? ഖബറാളിയോട് സലാം പറഞ്ഞത് ഇവിടെ നേരിട്ട് മരിച്ചവരെ വിളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി വിളിച്ചോളാനുള്ള തുനിയാണ് മൊയ്ലിയാർ കൊടുക്കണേ. അപ്പം ഇതാണ് ഒരു ആശയപ്പാപ്പരത്വം. അല്ലാതെ പിന്നെ ഖുർആൻ നിന്ന് ഇന്നായത്ത് അള്ളാഹു അല്ലാതെ വിളിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇസ്തിഹാസ ഞങ്ങൾ ചെയ്യുന്നത് അത് മഹാന്മാരോട്, പ്രാർത്ഥന റബ്ബിനോട്. ഇസ്തിഹാസയാണ് എങ്കിലും പ്രാർത്ഥനയാണെങ്കിലും അത് അള്ളാഹിനോടേ പാടുള്ളൂ, മഹാന്മാരോടൊന്നും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ അറിയാത്തവരല്ല ഇവര്. പിന്നെ എന്താ വെച്ചാൽ ഈ അണികളെ പിടിച്ചിർത്തണ്ടേ. ഇനിയിപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇവരിങ്ങനെ ഇതിൽ തന്നെ കിടന്നിട്ട് ഈ പട്ടുനൂല് പുഴുണ്ടല്ലോ, അതിങ്ങനെ നൂലുണ്ടാക്കിയിട്ട് അതിൽ തന്നെ കിടന്ന് ചാവും, രക്ഷപ്പെടാൻ പറ്റൂല. നൂലൊക്കെ അപ്പോൾ നൂല് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായി കിടന്ന് ചാവ് ചെയ്യാം. എന്നതുപോലെ ഇവർ ഈ ഷിർക്കിൻ്റെ വലയിൽ കിടന്നിട്ട് ഇങ്ങനെ പെട്ടിട്ട് അങ്ങനെ കിടന്ന് മയ്യത്താവും, ഇതിന്ന് കര കയറൂല. ഇന്ന് ഓരോ തൊപ്പും തങ്ങളെ കിട്ടുന്നിടത്തൊക്കെ തപ്പി കൊണ്ടുവന്നിട്ട് ഓരോ പ്രാർത്ഥന കൊണ്ടുവന്നിട്ട് കണ്ടോ മരിച്ചവരെ വിളിക്കാനാ വിളിച്ചോളി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ സൗദിയിലേക്ക് കൊണ്ടുപോകാൻ കാരണം അവിടെയാണ് ഇപ്പോൾ സലഫി ആശയമൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ അത് നടത്തുന്നുണ്ട്. പിന്നെന്താ കേരളത്തിൽ വിളിച്ചാൽ എന്നാണ്, അതിനാണേ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം സൗദിയിലേക്ക് കൊണ്ടുപോയത്. സൗദിയിൽ മാത്രമാണോ ഖബറാളികൾക്ക് സലാം ചെല്ലണം പറഞ്ഞ് എഴുതി വെച്ചിട്ടുള്ളത്? എത്രയോ മയ്യത്തങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഖബറാളികൾക്ക് സലാം ചെല്ലേണ്ടതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക പിന്നെ മയ്യത്തങ്ങര പള്ളി പോയാലും ഖബർസ്ഥാനിൽ പോയാൽ അവിടെയൊക്കെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അത് സൗദിയിലേക്ക് കൊണ്ടുപോയിരിക്കുക. കാരണം അവിടെ വിളിക്കുന്നുണ്ട്, അവിടെ സലഫി ആശയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ വിളിക്കുന്നുണ്ട്, അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മരിച്ചവരെ വിളിച്ചോളാൻ.
അപ്പൊ നമുക്ക് ഇവിടെയും വിളിച്ചോളാൻ പറഞ്ഞിട്ട് ആശയപ്പാപ്പുറത്തുള്ള മുസ്ലിയാക്കന്മാർ ഈ കൗമിനെ പിന്നെ വഴിക്കേടിലാക്കാൻ വേണ്ടി നടക്കുന്ന പാർട്ടികൾ, അള്ളാഹു ഇവർ ഷെറിന്ന് കാത്തു രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.